നമസ്കാരം. മഷിപ്പച്ച ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് വിദ്യാഭ്യാസ പദ്ധതികളാണ്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയാണ്. ഒന്നാമത്തെ പദ്ധതിയാണ് 6 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതി. എന്താണ്? 6 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതി എന്താണ്? മിഴി എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ്? മിഴി. മിഴി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ണാണെന്നറിയാം അല്ലേ? കണ്ണ്. അപ്പോൾ കാഴ്ച പരിമിതി കണ്ടെത്താനാണ്. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള ഒരു പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പദ്ധതിയുടെ പേര് ബാലകേരളം എന്നാണ്. എന്താണ് പദ്ധതിയുടെ പേര്? ബാലകേരളം. ബാലകേരളം. എന്താണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്താനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം. ബാലകേരളം. ബാലകേരളം എന്താണ്? കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്താനായിട്ട് സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം. ബാലകേരളം. നമ്മൾ ആദ്യം പഠിച്ചതാണ് മിഴി. രണ്ടാമത് പഠിക്കുന്ന ഏതാണ്? ബാലകേരളം. ബാലകേരളം. അടുത്ത പദ്ധതിയുടെ പേര് ബാലസ്നേഹി എന്നാണ്. എന്താണ്? ബാലസ്നേഹി. ആദ്യം ഏതായിരുന്നു? ബാലകേരളം. ഇത് ബാലസ്നേഹിയാണ്. എന്താണ്? നിരത്തുകളിൽ അലഞ്ഞും അന്തിയുറങ്ങിയും കഴിയുന്ന കുട്ടികളെ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകാൻ താനേ നഗരം ആരംഭിച്ച പദ്ധതിയാണ് ബാലസ്നേഹി. ബാലസ്നേഹി എന്താണ്? നിരത്തുകളിൽ അലഞ്ഞും അന്തിയുറങ്ങിയും കഴിയുന്ന കുട്ടികളെ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകാൻ താനേ നഗരം ആരംഭിച്ച പദ്ധതിയാണ് ബാലസ്നേഹി. ബാലസ്നേഹി. അടുത്ത പദ്ധതിയാണ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. എന്താണ്? കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പദ്ധതിയുടെ പേര് ചിരി എന്നാണ്. എന്താണ് പദ്ധതിയുടെ പേര്? ചിരി. 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 അതെന്താണ്? മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാണ് കുട്ടികളിൽ. ആരാണ് ആരംഭിച്ചത്? കേരള പോലീസാണ് ആരംഭിച്ചത്. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. ഏതാണ്? ചിരി. അടുത്ത പദ്ധതി നോക്കാം. ശ്രദ്ധ മികവിലേക്കൊരു ചുവട്. എന്താണ് പദ്ധതിയുടെ പേര്? ശ്രദ്ധ മികവിലേക്കൊരു ചുവട്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 2, 5, 8 ഏതൊക്കെ ക്ലാസ്സാണ്? 2, 5, 8 ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശ്രദ്ധ മികവിലേക്കൊരു ചുവട്. ശ്രദ്ധ മികവിലേക്കൊരു ചുവട് എന്ന് പറയുന്നത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 2ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ശ്രദ്ധ. ശ്രദ്ധ എന്താണ്? ശ്രദ്ധ മികവിലേക്കൊരു ചുവട്. മികവിലേക്കൊരു ചുവട്. ഏതെല്ലാം ക്ലാസ്സിലാണ് നടത്തുന്നത്? 2, 5, 8 ക്ലാസ്സുകളിലാണ് നടത്തുന്നത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പാണ് ആവിഷ്കരിച്ചത്. എന്താണ് പദ്ധതി? ശ്രദ്ധ മികവിലേക്കൊരു ചുവട്. ശ്രദ്ധ മികവിലേക്കൊരു ചുവട്. അടുത്ത പദ്ധതി എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നവപ്രഭ. എന്താണ്? നമ്മൾ 2, 5, 8 ക്ലാസ്സിലെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധ എന്ന് പറഞ്ഞ പദ്ധതി വന്നത്. 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ് നവപ്രഭ. പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നവപ്രഭ. നവപ്രഭ. അപ്പോൾ ശ്രദ്ധ ഏതാണ്? ശ്രദ്ധ 2, 5, 8 ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. നവപ്രഭ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് നവപ്രഭ. 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 ഇനി നമ്മൾ ഇത്ര നേരം നോക്കിയതിൽ നിന്ന് 2 പദ്ധതി ചോദിച്ചു നോക്കട്ടെ. നിങ്ങൾക്ക് അറിയോ? ഓർമ്മ വരുന്നുണ്ടോ നോക്കാം. ബാലകേരളവും ബാലസ്നേഹിയും. എന്താണ് ബാലസ്നേഹിയും ബാലകേരളവും? എന്തായിരുന്നു? കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം. അല്ലേ? ബാലകേരളം. ബാലസ്നേഹി എന്താണ്? താനെ
നഗരം ആരംഭിച്ച പദ്ധതിയാണ്. നിരത്തുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്തി ഉറങ്ങുന്ന കുട്ടികളെ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് ബാലസ്നേഹി. ബാലകേരളം, ബാലസ്നേഹി. നമ്മളിപ്പോൾ ബാലകേരളവും ബാലസ്നേഹിയും പഠിച്ചല്ലേ. ഇനി നമുക്ക് ബാലമുകുളം എന്താണെന്ന് നോക്കിയാലോ. എന്താണ്? ബാലമുകുളം. ബാലമുകുളം. ബാലകേരളം എന്താണെന്ന് പഠിച്ചു. ബാലസ്നേഹി എന്താണെന്ന് പഠിച്ചു. ബാലമുകുളം എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണത്. എന്താണ്? ബാലമുകുളം. ബാലമുകുളം. കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതി. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലമുകുളം. മുകുളം. ആ മുകുളം എന്ന് പറഞ്ഞൊരു ചെടിയുടെ ഇതാണല്ലോ. അപ്പോൾ ഈ ആയുർവേദമൊക്കെ എന്താണ്? മരുന്ന് ഒക്കെ ഉണ്ടാക്കുന്നത് ചെടികളിൽ നിന്നാണ്. അപ്പോൾ മുകുളം ആയുർവേദമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അത് ആർക്കാണ്? കുട്ടികൾക്ക് വേണ്ടിയാണ് അല്ലേ. ബാലമുകുളം. ബാലമുകുളം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. അപ്പോൾ ബാല വെച്ച് നമ്മൾ 3 എണ്ണം പഠിച്ചു. ഒന്ന് ബാലകേരളം, ബാലസ്നേഹി, ബാലമുകുളം. ബാലമുകുളം. അടുത്ത പദ്ധതിയാണ് ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. എന്താണ്? സ്പെക്ട്രം. സ്പെക്ട്രം എന്താണ്? ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. എന്താണ്? സ്പെക്ട്രം. നമ്മൾ നേരത്തെ പഠിച്ച മിഴി എന്ന് പറയുന്ന പദ്ധതി എന്താണ്? എന്താണ്? അത് തന്നെ. അടുത്ത പദ്ധതിയാണ് ഗോത്രബന്ധു. എന്താണ്? ഗോത്രബന്ധു. ഗോത്രബന്ധു. എന്താണ് ആ പദ്ധതി? പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗോത്രബന്ധു. എന്താണ് പദ്ധതി? പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗോത്രബന്ധു. ഗോത്രബന്ധു. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗോത്രബന്ധു. ഗോത്രബന്ധു. അടുത്ത പദ്ധതിയാണ് കെ-റിപ്പ്. എന്താണ് പദ്ധതിയുടെ പേര്? കെ-റിപ്പ്. കെ-റിപ്പ്. സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ കുടക്കീഴിൽ ആകുന്ന പദ്ധതിയാണ് കെ-റിപ്പ്. എന്താണ് കെ-റിപ്പ്? സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ കുടക്കീഴിൽ ആകുന്ന പദ്ധതിയാണ് കെ-റിപ്പ്. കെ-റിപ്പ്. കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ്. കെ-റിപ്പ് എന്താണ്? കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ്. അതാണ് കെ-റിപ്പ്. കെ-റിപ്പ്. അടുത്ത പദ്ധതിയാണ് വർണ്ണക്കൂടാരം. എന്താണ് പദ്ധതിയുടെ പേര്? വർണ്ണക്കൂടാരം. വർണ്ണക്കൂടാരം. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. വർണ്ണക്കൂടാരം പ്രീ പ്രൈമറിയാണ്. പ്രീ പ്രൈമറി. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. വർണ്ണക്കൂടാരം എവിടെയാണ്? പ്രീ പ്രൈമറിയാണ്. പ്രീ പ്രൈമറി. ശ്രദ്ധിക്കുക, വർണ്ണക്കൂടാരം. അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. പ്രീ പ്രൈമറിയിലാണ്. അടുത്ത പദ്ധതിയാണ് സേവാസ്. പദ്ധതിയുടെ പേരെന്താണ്? സേവാസ്. പദ്ധതിയുടെ പേര് സേവാസ്. എന്താണ് പദ്ധതി? സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേവാസ്. പദ്ധതി ഏതാണ്? സേവാസ്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായിട്ട് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേവാസ്. പദ്ധതി ഏതാണ്? സേവാസ്. സേവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് എമർജിങ് വില്ലേജ് ത്രൂ അഡ്വാൻസ് സപ്പോർട്ട്. എന്താണ് സേവാസ്? സെൽഫ് എമർജിങ് വില്ലേജ് ത്രൂ അഡ്വാൻസ് സപ്പോർട്ട് എന്നാണ് സേവാസ് എന്ന് പറയുന്നത്. സേവാസ്. അടുത്ത പദ്ധതിയുടെ പേര് സംവാദ. പദ്ധതിയുടെ പേരെന്താണ്? സംവാദ. സ്കൂൾ വിദ്യാർത്ഥികളെ പൗരബോധമുള്ള വ്യക്തികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് സംവാദ. പദ്ധതി ഏതാണ്? സംവാദ. എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളെ
പൗരബോധമുള്ള വ്യക്തികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് സംവാദ. പദ്ധതി ഏതാണ്? സംവാദ. അടുത്തത് 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ്? 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ ഡിജിറ്റലായിട്ട് ലഭിക്കുന്നത് ഏത് പോർട്ടലിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന്. അത് ആരംഭിച്ചത് ഏതാണ്? സമഗ്രയാണ്. ഏതാണ്? സമഗ്ര നമുക്കറിയുന്നതല്ലേ, നമ്മൾ പഠിക്കാൻ വേണ്ടിയൊക്കെ എടുത്തിട്ടുള്ളത് സമഗ്രയിൽ നിന്നാണ്. അപ്പോൾ സമഗ്ര എന്താണ്? 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ ഡിജിറ്റൽ പതിപ്പുകൾ ലഭ്യമാക്കാനായിട്ട് ആരംഭിച്ച ഒരു വെബ് പോർട്ടലാണ് സമഗ്ര. എന്താണ്? സമഗ്ര. അടുത്ത പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വികസന വകുപ്പ് മുഖേന സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പദ്ധതി. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. അത് സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുമുണ്ട്. അത് ഏത് പദ്ധതിയാണ്? കെടാവിളക്ക്. പദ്ധതിയുടെ പേരെന്താണ്? കെടാവിളക്ക് എന്ത് സ്കോളർഷിപ്പാണ്? പിന്നോക്ക വിഭാഗം കുട്ടികൾക്ക് വേണ്ടി പിന്നോക്ക വികസന വകുപ്പ് നൽകുന്ന പദ്ധതിയാണ്, സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വികസന വകുപ്പ് മുഖേന സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് കെടാവിളക്ക്. എന്താണ്? കെടാവിളക്ക്. ഇന്ന് നോക്കുന്ന അവസാനത്തെ പദ്ധതിയാണ് സാരഥി. എന്താണ് സാരഥി? സ്റ്റുഡൻറ് അംബാസഡർ ഫോർ അക്കാദമിക് റിഫോംസ് ഇൻ ട്രാൻസ്ഫോമിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സാരഥി. എന്താണ്? സാരഥി. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം സൃഷ്ടിക്കാനായി UGC ആരംഭിച്ച പദ്ധതിയാണ് സാരഥി. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനായി UGC ആരംഭിക്കുന്ന പദ്ധതിയാണ് സാരഥി. എന്താണ് പദ്ധതിയുടെ പേര്? സാരഥി. സ്റ്റുഡൻറ് അംബാസഡർ ഫോർ അക്കാദമിക് റിഫോംസ് ഇൻ ട്രാൻസ്ഫോമിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. എന്താണ്? സാരഥി. നമ്മൾ ഇന്ന് നോക്കാമെന്ന് വിചാരിച്ച വിദ്യാഭ്യാസ പദ്ധതികളെല്ലാം തന്നെ നോക്കിയിട്ടുണ്ട്. എല്ലാം ഓരോന്നായിട്ട് ഒന്നും കൂടെ നോക്കുക. ആവർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുകയും പിന്നെ അത് കേൾക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. എന്നാലും ഞാൻ ചോദിക്കട്ടെ, എന്താണ് ബാലമുകുളം? പദ്ധതികൾ നമ്മുടെ ഇൻ്റർവ്യൂവിന് മാത്രമല്ല PSC പരീക്ഷകൾക്കും ആവശ്യമുള്ളതാണ്. ഒന്നെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കുകയോ ആവർത്തിച്ച് കേൾക്കുകയോ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറ്റ് 2 ക്ലാസ്സുകൾ കൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതും വിദ്യാഭ്യാസ പദ്ധതികളാണ്. ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട മറ്റ് ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിലും ആഡ് ആക്കിയിട്ടുണ്ട്. ഡെമോ ക്ലാസ്സുകളും ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണുന്നത് നല്ലതായിരിക്കും.